റഷ്യ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പുരോഗതിയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ ഒരു ഉന്നതതല സംഘത്തെ നിയമിക്കും. സൗദി അറേബ്യയിലെ റിയാദിലാണ് ചർച്ച നടന്നത്. യുക്രൈനെയോ യൂറോപ്പിനെയോ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അതേസമയം റഷ്യയുടെ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ല എന്ന് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. തങ്ങളുടെ പ്രാതിനിധ്യമില്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു കരാറിലും ഒപ്പിടാൻ തയ്യാറില്ലെന്നും സെലൻസ്കി ആവർത്തിച്ചു. Європа в широкому сенсі, а це і Євросоюз, і Туреччина, і Британія мають бути залучені до розмов і розробки потрібних безпекових гарантій разом з Америкою, які стосуються долі нашої частини світу. Війна триває у нашій частині світу, зовсім поруч. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനു, ചർച്ചയിൽ പുരോഗതിയെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും സെലൻസ്കിയുടെ നിലപാട് മറിച്ചാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇന്ന് നടന്ന ചർച്ച, അതിനെ തുടർന്ന് ഉള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? രേണുക, 4 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചയാണ് ഉണ്ടായത്. സൗദി അറേബ്യയാണ് ഇതിന് പ്രധാനമായി ഒരു മധ്യസ്ഥം എന്ന നിലയിൽ അവിടെ കാര്യങ്ങൾ നിർവഹിച്ചത്. അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പുടിൻ താൻ പറഞ്ഞാൽ കേൾക്കും എന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ 4 തത്വങ്ങളിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. അത് സുപ്രധാനമായ ഒരു കാര്യം. വിദേശത്ത് ഈ 2 രാജ്യങ്ങളും അവരുടെ എംബസികൾ ആരംഭിക്കുക എന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും. ഒപ്പം തന്നെ ഇനി ഒരു ഉന്നതതല സംഘത്തെ നിയോഗിക്കും. അവർ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും പക്ഷേ ഇത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നീക്കം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യുക്രൈൻ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അന്ത്യശാസനങ്ങൾക്കൊന്നും തങ്ങൾ കീഴടങ്ങില്ല, ചർച്ചയിൽ തങ്ങളെ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് ക്ഷണിക്കാത്തൊരു ചർച്ചയിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു കരാറിൽ ഒപ്പിടേണ്ട കാര്യം ഇല്ല എന്ന് യുക്രൈൻ പറയുന്നു. യുക്രൈൻ അടുത്ത ദിവസങ്ങളിൽ എർദോഗാനുമായും ചർച്ച നടത്തും. ടർക്കിയെയും ഈ വിഷയത്തിൽ ടർക്കിയുടെ കൂടി സാന്നിധ്യം ഈ ചർച്ചകളിൽ ഉണ്ടാക്കാൻ യുക്രൈൻ നിലപാടെടുക്കുന്നു. അങ്ങനെ ഏതായാലും പക്ഷേ റഷ്യ ഒരു പിന്നോട്ട് നീങ്ങുന്നു എന്നത് തന്നെ ഈ യുദ്ധം അവസാനിച്ചേക്കും എന്ന സൂചനകളാണ് നൽകുന്നത്. രേണുക, ശരി. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.